ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് മഹത്തായ ഈ സദസ്സിൽ, അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ചുകൂടി പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സമകാലിക സലഫി പണ്ഡിതന്മാരോടൊപ്പം എന്ന് പറയുന്ന വിഷയമാണ്. പരിമിതമായ ഈ സമയത്തിൽ സമകാലികരായ എല്ലാ പണ്ഡിതന്മാരെക്കുറിച്ചും സ്വാഭാവികമായിട്ട് പറച്ചില്ല, അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ നമുക്കതിന് അവരെ മുഴുവനും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രേ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ലോകത്ത് ഉണ്ട്. അത് മഹത്തായ അവൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നൽകിയ ഈ സൗകര്യങ്ങൾ വെച്ച് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള ആളുകളെ അപേക്ഷിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാരുമായി നമുക്ക് കയ്യെത്താവുന്ന ദൂരത്താണ് താൻ. ഭാഷയുടെ കാര്യത്തിൽ നമുക്ക് തടസ്സങ്ങളില്ല. അതേപോലെ തന്നെ മറ്റുള്ള ഭൗതികമായ സംവിധാനങ്ങൾ നമുക്ക് മുമ്പത്തെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലുള്ള ആളുകളെ അപേക്ഷിച്ച് കൊണ്ട് നോക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും അവൻ്റെ നിഅമത്തുമാണ്. നാം അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മറ്റൊരു തൗഫീഖ് അതിന് ആവശ്യമാണ് താനും. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ പടുമരങ്ങളായ 3 പണ്ഡിതന്മാരെക്കുറിച്ചാണ്. സമയത്തിൻ്റെ പരിമിതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഈ പറഞ്ഞ 2-3 ആളുകളെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ള ആളുകളെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ യൂറോപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് വന്ന് മുസ്ലിം ലോകത്തിൻ്റെ മഹാ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ ഒരാളാണ്. രണ്ടാമത്തെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വന്ന് മഹാസ്ഥാനത്തെത്തിയ ഒരു പണ്ഡിതനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ അടുത്ത് മരണപ്പെട്ടു പോയ റബീ ഇബ്നു ഹാദി റഹിമഹുല്ല, അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പോലത്തവരുടെ ഉസ്താദായി ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതൻ. ആഫ്രിക്കയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. നടന്നുകൊണ്ടാണ് അദ്ദേഹം വന്നത് സൗദി അറേബ്യയിലേക്ക്. മൂന്നാമത്തെ മറ്റൊരു പണ്ഡിതൻ യമനിലുണ്ടായിരുന്ന റൈഹാനത്തുൽ യമൻ. പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും, ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം കേട്ടിരിക്കും. ആ പറയുന്ന പണ്ഡിതനെക്കുറിച്ചുമാണ്. ചുരുങ്ങിയ നിലക്ക് അവരുടെ ജീവചരിത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരെഴുതി വെച്ച ഗ്രന്ഥങ്ങളൊന്നും ഇതുപോലത്തെ ഒരു സദസ്സിൽ വെച്ച് പാരായണം ചെയ്ത് നമുക്ക് അതിൻ്റെ എവിടെയും എത്തുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നാം ഈ പറയുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ തർജമ, അവരുടെ ജീവചരിത്രം, അവരെക്കുറിച്ച് അറിയുന്നതിൽ എന്താണ് അതിൻ്റെ പ്രസക്തി, എന്താണതുകൊണ്ട് നമുക്ക് നേടാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ ഒരുപാട് പ്രവാചകന്മാരെയും ദഅവത്തിന്റെ മേഖലയിൽ അവർ അനുഭവിച്ച യാതനകളും അവർക്ക് നേരിടേണ്ടി വരുന്ന ശത്രുക്കളും കുഫാറുകളുമായുള്ള ചരിത്രങ്ങൾ പറഞ്ഞ് ആ സൂറത്തിന്റെ ഏകദേശം അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ്. പ്രവാചകരെ, ഇതുപോലെ പല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും നമ്മൾ നിങ്ങൾക്ക് വിവരിച്ചു തരും. അവരുടെ ചരിത്രങ്ങൾ, ഏത് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ അവർ ജീവിച്ചു, അള്ളാഹുവിൻ്റെ ഈ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ആളുകൾ ചുവന്ന പരവതാനികൾ വിരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പനനീറിന്റെ പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും സമ്മാനങ്ങളുമായി അവരെ നേരിട്ടോ, അതല്ല കല്ലുകളും മുള്ളുകളും ഏറുകളും ആക്രമണങ്ങളും വിമർശനങ്ങളും അതൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. അവർ എന്നിട്ട് ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചോ? അതല്ല, ഈ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അഭിമാനികളായ അന്തസ്സോടുകൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളായി അവരുടെ കഴിവ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് മുഴുവനും ഈ ദീനിന്റെ സഹായികളായി ജീവിച്ച് മരണപ്പെട്ടോ. വകുല്ലൻ നഖുസ്സു അലൈക,
മിൻ അംബാഇർ റുസുൽ. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇതേപോലെ നമ്മൾ നിങ്ങൾക്ക് വിവരിച്ചു തരാം. പല നിലക്കുള്ള ചരിത്രങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്കുള്ള ഫലം? ലിനുസബ്ബിത ബിഹി ഫുആദക്, നിങ്ങളുടെ മനസ്സിന് സ്ഥിരത ലഭിക്കാൻ വേണ്ടി അവരുടെ ചരിത്രങ്ങൾ, അവരുടെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ, ഈ ലോകത്ത് വന്ന മുഅ്മിനീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഈ പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന യാതനകൾ, അവരുടെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് സഹായികളും അവരുടെ അനുയായികളുമായി ഉണ്ടായതുള്ളൂ. മറ്റുള്ള ഭൗതികമായ സ്വാധീനങ്ങൾ, അനുഗ്രഹങ്ങൾ, സ്ഥാനമാനങ്ങൾ, കഴിവുകൾ, പ്രാപ്തികൾ ലഭിച്ചവർ മുഴുവനും നല്ലൊരു ശതമാനം അവരുടെ ശത്രുപക്ഷത്തായിരുന്നു. പക്ഷേ അതൊന്നും അവരെ ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാൻ, അവരെ ഈ ആദർശത്തിന് പിന്മാറാൻ അവരെ പ്രേരിപ്പിച്ചില്ല. അവർ ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം ഈ പറയുന്ന പ്രവാചകന്മാർക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നൽകുകയും ചെയ്യും. ഈ ലോകത്ത് വെച്ച് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, യാതനകൾ ഉണ്ടാകും. അപ്പൊ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ അവർ ഈ പറയുന്ന ദീനിലേക്ക് വന്ന് ഇൽമ തേടിയതും അത് ദഅവത്ത് നടത്തിയ ചരിത്രങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഇതുപോലത്തെ മാനസികമായ കെട്ടുറപ്പും ഭദ്രതയും സ്ഥിരതയും ഈ ആദർശത്തിൽ മുന്നേറാനുള്ള പ്രോത്സാഹനവും അതിനുള്ള പ്രചോദനവും സ്വാഭാവികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതനുസരിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക്, അവരെ മാതൃകയാക്കുന്ന ആളുകൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ചരിത്രങ്ങളും അവരുടെ വാക്കുകളും അവരുടെ അധ്യാപനങ്ങളും ഒരാൾ പഠിക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ ആദാബുകൾ, മര്യാദകൾ, അവരുടെ നല്ല ജീവചരിത്രത്തിൽ നമുക്ക് പാഠമാക്കാനുള്ള കാര്യങ്ങൾ അത് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ അവരുടെ സ്ഥാനമാനങ്ങൾ, ചില ആളുകൾ ഇന്ന് കക്ഷിത്വങ്ങളുടെ പേരിലും അവരുടെ താല്പര്യങ്ങളുടെ പേരിൽ അർഹതയില്ലാത്ത ആളുകളെ ആലിമൽ അല്ലാമകളാക്കി തീർക്കുകയും അർഹതയും യോഗ്യതയുമുള്ള ആളുകളെ തഴഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മൂടിവെക്കുകയും ചെയ്യുന്നുണ്ട് പല വഞ്ചകന്മാരും. അപ്പോ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും അവർ ജീവിച്ച കാലഘട്ടങ്ങളും അവരെക്കുറിച്ച് പ്രശംസിച്ച പണ്ഡിതന്മാരുടെ പേരുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇവരെ സ്വീകരിക്കേണ്ടവരാണോ? ഇവരുടെ സ്ഥാനം എവിടെയാണ്? ഇവരുടെ ആദരവുകൾ എന്താണ്? ഇത് കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകും. ഈ വഞ്ചകന്മാര് സമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചു തിരിച്ചു കൊണ്ടുപോകുന്നതിൽ നിന്ന് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതേപോലെ തന്നെ ഈ ദീനിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവര് നമ്മളെ ജനിപ്പിച്ച മാതാക്കളും പിതാക്കളുമല്ലെങ്കിലും പല മാതാപിതാക്കളിലേറെ എത്രയോ ബഹുമാന ആദരവിന് അർഹരായിരിക്കും ഈ പണ്ഡിതന്മാർ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നു, അവനൽപ്പം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവനെ ജനിപ്പിച്ച മാതാപിതാക്കൾ ഒരു പക്ഷേ വന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി അവർ യാതനകളും ത്യാഗങ്ങളും സഹിച്ച് പഠിച്ചു നേടി അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പഠിപ്പിച്ചു തരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല രക്ഷിതാക്കൾക്കും എന്താണ്, ഏതാണ്, എവിടെയാണ് ശരിയായ ദീൻ, ആദർശം എന്താണ് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. മക്കൾക്ക് ഭൗതികമായ വിഭവങ്ങൾ അവർ കല്ലും മുള്ളും തട്ടാതെ, പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ കുട്ടികൾക്ക് വേണ്ടി ഓടിക്കതക്കുന്ന രക്ഷിതാക്കളായിരിക്കും. പക്ഷെ ഈ മക്കൾ മരണത്തിന്റെ ശേഷം കാലാകാലം നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ഗതികേടിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അത് അങ്ങനെയല്ല കുഞ്ഞെ, ശരിയായ മാർഗം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവർക്കറിയുകയില്ല. അങ്ങനത്തെ ലോകത്ത് സമൂഹത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാർ സ്വന്തം മാതാപിതാക്കൾ ചെയ്യുന്നതിലേറെ വലിയ സേവനം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്കുള്ളത് പോലെ അതിലും മികച്ച ഒരു അദബുകൾ, ഒരു ഹക്കുകൾ, കടമകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പണ്ഡിതന്മാരോട് നമുക്കുണ്ടുതാനും, ഈ പറയുന്ന പണ്ഡിതന്മാരോട് നമുക്ക് ഉണ്ടുതാനും. അങ്ങനെ ഒരുപാട് ഫായിദകൾ, ഫലങ്ങൾ ഉലമാക്കളെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, അവരെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിൽ നേടിയെടുക്കാൻ കഴിയും. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ക്ഷമകൾ, സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ ചെന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്പിൽ നിന്ന് വന്ന മഹാനായ ഒരു പണ്ഡിതൻ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം യൂറോപ്പിലാണ് ജനിച്ചത്. അൽബേനിയ എന്ന് പറയുന്ന നാട്ടിൽ, അൽബേനിയ, ആ പറയുന്ന യൂറോപ്പിന്റെ ഉള്ളിൽ ജനിച്ച ആ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പിതാവും ആ കുടുംബവും
അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പോകാൻ കഴിയാതെ അവിടെ നിന്ന് ഹിജറ പോവുകയാണ്. സിറിയയിലേക്കാണ് അവർ വന്നത്. സിറിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം ആ പറയുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം അൽബാനിയ എന്ന് പറയുന്ന ആ രാജ്യത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഉലിദ ഷേഖു സനത 32 ബാദൽ അൽ ഹിജറിയ, ഹിജറ 1332 വർഷത്തിൽ അഷ്കോദറ എന്ന് പറയുന്ന അൽബാനിയയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന അഷ്കോദറ എന്ന് പറയുന്ന ആ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. ലിഉസ്റത്തിൻ ഫഖീറ, ദരിദ്രമായ കുടുംബമായിരുന്നു, സമ്പന്നരില്ലായിരുന്നു. വകാന ബൈത്തുഹു ബൈത്തു ആലിമിൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഹനഫി മദ്ഹബിലുള്ള ഒരു പണ്ഡിതനായിരുന്നു. ആളുകൾക്ക് ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടും പള്ളിയിൽ ഇമാം നിന്നുകൊണ്ടൊക്കെയുള്ള ഒരു പണ്ഡിതനായിരുന്നു, ഹനഫി മദ്ഹബുകാരനായിരുന്നു. അതോടുകൂടെ ആ പണ്ഡിതൻ ഒരു കൈത്തൊഴിൽ എന്നുള്ള നിലക്ക് വാച്ച് നന്നാക്കുന്ന ഒരു ജോലിക്കാരനുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാകും അവരുടെ സാമ്പത്തികമായ നിലവാരം എന്തായിരുന്നു എന്നുള്ളത്. ആ പറയുന്ന പിതാവും കുടുംബവും അൽബേനിയയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ധിക്കാരിയായ അള്ളാഹുവിന്റെ ദീനിന്റെ വിരുദ്ധനായി ജീവിക്കുന്ന അഹമ്മദ് സൂഖു എന്ന് പറയുന്ന ഭരണാധികാരി ആ നാട്ടിലുള്ള ഭരണവും അവിടുത്തുള്ള നിയമവ്യവസ്ഥയും ദീനുൽ ഇസ്ലാമിന് കടുക വിരുദ്ധമായി കൊണ്ട് നടപ്പാക്കാൻ ആരംഭിച്ചു. സ്ത്രീകളുടെ ഹിജാബിന് തടസ്സമാണ്, ദീനിന്റെ ചിഹ്നങ്ങൾക്ക് തടസ്സമാണ്, പുരുഷന്മാർ താടി വെക്കുന്നതിന് നീട്ടുന്നതിന് തടസ്സമാണ്. ഇങ്ങനത്തെ ദീനുൽ ഇസ്ലാമിന്റെ പരസ്യമായ വ്യക്തമായ ഷിആറുകൾക്ക്, ചിഹ്നങ്ങൾക്ക് തടസ്സമായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ നാമധാരിയായ ഈ ദുഷ്ടനായ മനുഷ്യൻ തയ്യാറായപ്പോൾ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് അദ്ദേഹത്തിന്റെ കുട്ടികളെയും കുടുംബത്തിനെയും കൊണ്ട് ആ നാട്ടിൽ നിന്ന് ഹിജറ പോവുകയാണ്. അങ്ങനെ അവർ ദിമിഷ്കിൽ എത്തിപ്പെട്ടു. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദിമിഷ്കിൽ ഞാൻ വരുന്ന സമയത്ത് 9ാമത്തെ വയസ്സിലാണ്, ആ കുടുംബത്തിൽ 9ാമത്തെ വയസ്സുകാരനായിട്ടാണ് അവരെ കൂടെയുള്ളത്. വേറെയും സഹോദരന്മാര് മക്കള് ആ കുടുംബത്തിലുണ്ട് താൻ. സിറിയയിൽ വരുന്ന സമയത്ത് അറബിയുള്ള അലിഫ് ബ ത എന്ന് പറയുന്ന അക്ഷരങ്ങളൊന്നും തന്നെ എനിക്കറിയുകയില്ല. 9 വയസ്സായി. ആ നാട്ടിൽ അൽബേനിയയിൽ അന്നുണ്ടായിരുന്ന നാമധാരിയായ ആ ഭരണാധികാരിയുടെ കീഴിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ സിറിയയിൽ വന്നതിന്റെ ശേഷം പിതാവ് എന്നെ അവിടെയുള്ള ചെറിയ ഓത്തുപള്ളിയിൽ, അവിടെയുള്ള ചെറിയ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു. അറബി ഭാഷ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് വളരെ താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിൽ ആ ഭാഷയോട് ഇട്ടു തന്നു. അധ്യാപകൻ അതിന്റെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. യഥാർത്ഥ അറബികളായ സിറിയക്കാരായ കുട്ടികളോട് എടുത്ത പാഠങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി പറയുകയില്ല, അവർക്കതറിയുകയില്ലായിരുന്നു. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റവാക്കിൽ അതിന് ഉത്തരം പറയുമ്പോൾ അധ്യാപകന് എന്നോട് എന്തെന്നില്ലാത്ത ആദരവും. ആ കുട്ടികളോട് അദ്ദേഹം പറയുമായിരുന്നു, ഈ പറയുന്ന അൽബേനിയക്കാനായ അനറബിയായ ഈ കുട്ടി കണ്ടോ, എത്ര ഭംഗിയായിട്ട് പഠിക്കുന്നു, ഉത്തരം പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കലുണ്ടായിരുന്നു. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അങ്ങനെ അവിടെ വന്ന് അദ്ദേഹം അറബി പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആന് അവിടെ വെച്ച് പഠിക്കാൻ തുടങ്ങി. പിതാവ് വീട്ടിൽ വെച്ചും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. മറ്റുള്ള ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽ പ്രമുഖനായ ഒരു പണ്ഡിതന്റെ പേര് അദ്ദേഹം പറയുന്നത് സഈദുൽ ബുർഹാനി, മുറാഖിൽ ഫല്ലാഹ്, ഷുദൂർ പോലത്തെ ചില പണ്ഡിതന്മാർ, മറ്റു ചില കിതാബുകൾ, ഇതൊക്കെ അവിടെ വെച്ച് അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഹനഫി മദ്ഹബുകാരനായതുകൊണ്ട് തന്നെ ഹദീസിനോട് വലിയ ശക്തമായ എതിർപ്പുള്ള ആളായിരുന്നു. ഹദീസ് പഠനത്തോടും അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് പഠനത്തോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പിതാവ് പറയുമായിരുന്നു, ഹദീസ് പഠനം എന്ന് പറയുന്നത് നയാ പൈസക്ക് ഗതിയില്ലാത്ത ആളുകൾ എടുക്കുന്നൊരു തൊഴിലാണ്. അത് പഠിക്കാൻ പോയാൽ സമൂഹത്തിൽ പുരോഗമിക്കാനോ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്താനോ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് ആ പഠനത്തിലേക്ക് നീ പോകുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവ് പറയലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അറബി ഭാഷയോട് ഇഷ്ടമുള്ളതുപോലെ തന്നെ അപ്രതീക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹദീസിനോടുള്ള സ്നേഹം ഇട്ടുകൊടുക്കുകയാണ്. അതിന് അദ്ദേഹം കാരണം പറയുന്നത്
അദ്ദേഹം ഒരു ദിവസത്തിൽ ആ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള കുട്ടികളെപ്പോലെ ചെറിയ ചെറിയ പുസ്തകങ്ങളും മറ്റും അവിടെ പോയി വാങ്ങി, പ്രത്യേകിച്ച് ഈ കാർക്കത്തീർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഥകൾ യൂറോപ്പിൽ നിന്നും അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വലിയ സിനിമാ നടന്മാരുടെയും അതേപോലെ അവർ വലിയവരാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഏറ്റവും വലിയ സമൂഹത്തിൽ കളികളുടെ പേരിലോ വിനോദത്തിന്റെ പേരിലൊക്കെ അറിയപ്പെട്ട ആളുകളുടെ ചെറിയ പേരിലുള്ള ചെറിയ പുസ്തകങ്ങൾ മാർക്കറ്റിലുണ്ടാകുമ്പോൾ കുട്ടികളത് പോയി വാങ്ങും. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത്, അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ആ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് സയ്യിദ് റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാറിൻ്റെ ഒരു കോപ്പി ഞാൻ ആ കടയിൽ കണ്ടു. അതും അതല്ലാത്ത മറ്റുള്ള പുസ്തകങ്ങൾ ചിലത് അതിൽ കണ്ടപ്പോൾ ആ പുസ്തകങ്ങൾ പരിശോധിക്കുകയും നേരിട്ട് വാങ്ങി കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാതെ അതിൻ്റെ കോപ്പികൾ വായ്പയായി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വായിച്ചു നോക്കി. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ സയ്യിദ് റഷീദുള്ള ആ മനുഷ്യൻ, അദ്ദേഹത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ടെങ്കിലും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ചില സ്പിരിറ്റ് കാര്യങ്ങൾ, അതിനോടുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന ചില വരികൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്നെ പ്രചോദനം കൊള്ളിച്ചു. അങ്ങനെ ഹദീസ് പഠനത്തിലേക്ക് ഞാൻ തിരിഞ്ഞു എന്നാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ സയ്യിദ് റഷീദുള്ള അദ്ദേഹത്തിനെ കുറിച്ച് അൽബാനി ആ ഒരു നന്മ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതാണെങ്കിലും അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പഠനത്തിലേക്ക് വരുന്ന സമയത്ത് പിതാവ് അദ്ദേഹത്തിന് സ്വയം തൊഴിൽ എന്നുള്ള നിലക്ക് വാച്ച് നന്നാക്കുന്ന തൊഴിലും പഠിപ്പിച്ചു കൊടുത്തു മകന്. അൽബാനി അതിൻ്റെ മുമ്പ് ആശാരിപ്പണി, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മുഖേന ആശാരിപ്പണി പഠിച്ചു, ചെറിയൊരു തൊഴിൽ എന്നുള്ള നിലക്ക്. പഠനത്തിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഉള്ള സൗകര്യമനുസരിച്ച് പഠനം തുടരാനും അദ്ദേഹം തീരുമാനിച്ചു. ആശാരിപ്പണി കുറച്ച് പ്രയാസമുള്ളതാണ്. രാവിലെ മുതൽ തൊഴിലിന് പോയാൽ വൈകുന്നേരം വരെ ആ തൊഴിലെടുത്താൽ പിന്നെ സമയമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പഴയ വീടുകളെടുത്ത് അത് നന്നാക്കി ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തൊഴിലും ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നു. പക്ഷേ സംതൃപ്തി എന്നുള്ള നിലക്ക് സ്വയം തൊഴിൽ, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആ തൊഴിലിലേക്ക് പോകാം, അല്ലാത്ത സമയത്ത് അത് ഒഴിവാക്കി എൻ്റെ പഠനത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തൊഴിൽ ഞാൻ അന്വേഷിച്ചു. സ്വാഭാവികമായിട്ടും പിതാവിൻ്റെ താല്പര്യപ്രകാരം ആ പറയുന്ന വാച്ച് നന്നാക്കുന്ന തൊഴിൽ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു. അങ്ങനെ വാപ്പ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി മകനും ഈ പറയുന്ന വാച്ച് നന്നാക്കുന്ന ജോലി എടുക്കലുണ്ടായിരുന്നു അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൻ്റെ ഇടയിൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പഠനത്തിലേക്കും പിതാവ് മദ്ഹബിൻ്റെ പക്ഷപാതിത്വത്തിലേക്കും പോകുമ്പോൾ പഠനങ്ങൾ കൂടുന്നതിനനുസരിച്ച് പിതാവും മകനും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കൂടി വരാൻ തുടങ്ങി. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മസ്ജിദുൽ ഉമമി എന്ന് പറയുന്ന ദിമിഷ്കിലുള്ള ഏറ്റവും വലിയ ആ പള്ളി, അതിൽ ഖബറുണ്ട്. ഖബറുള്ള പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ കണ്ടു. വാപ്പ അതിൽ ചില സമയത്ത് അസിസ്റ്റന്റ് ഇമാമായിട്ടൊക്കെ ഇമാമ നിൽക്കലുണ്ട്. മറ്റൊരു വിഷയം അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തിയത്, വാപ്പ ഹനഫി മദ്ഹബുകാരനാണ്. അതിൻ്റെ ഇമാമായി കൊണ്ട് ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ജമാഅത്ത് നടക്കും, മറ്റൊരു ഭാഗത്ത് ഷാഫിഈ മദ്ഹബുകാർ ഹനഫി മദ്ഹബുകാരെ പിന്തുടരാതെ അവരുടെ ജമാഅത്തിന്റെ മുമ്പോ ശേഷോ വാശിയാണ് രണ്ടു കൂട്ടർക്കും. അതിനനുസരിച്ച് മറ്റൊരു ജമാഅത്ത് ഇവിടെയും നടക്കും. ഒരേ പള്ളിയിൽ രണ്ട് ജമാഅത്ത്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വാപ്പ ഇമാമ നിന്നാലും മറ്റ് ആര് ഇമാമ നിന്നാലും ഹനഫി മദ്ഹബുകാർ സമയം അവർക്ക് പ്രത്യേകിച്ച് ചില നിസ്കാരത്തിന് സമയങ്ങൾ വൈകി നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ ജമാഅത്ത് നടക്കുന്നത് ഏതാണോ അതിൽ ഞാൻ പോയി തുടർന്ന് നിസ്കരിക്കും. ആദ്യം ഖബറിന്റെ കാര്യം അദ്ദേഹത്തിന് അറിയുന്നതിന്റെ മുമ്പ്. പിന്നീട് പള്ളിയിൽ ഖബറുണ്ട്, അപ്പോൾ ഒരിക്കലും ആ പള്ളിയിൽ പോയി നിസ്കരിക്കാനേ പാടില്ല. പിതാവ് ഇമാമ് നിൽക്കുന്ന പള്ളി, അവിടെ ജമാഅത്തിന് പോകാതെ അതിൻ്റെ അപ്പുറത്ത് ചെറിയ ഒരു പള്ളിയുണ്ട്, ഖബറും കാര്യങ്ങളും ഇല്ലാത്ത, ആ പള്ളിയിൽ ജമാഅത്തിന് പോകാൻ തുടങ്ങി. വാപ്പാക്ക് ഇതും എതിർപ്പായി. വാപ്പ ഇമാമ് നിൽക്കുന്ന ഹനഫി മദ്ഹബുകാർ ജമാഅത്തിൽ പങ്കെടുക്കാതെ ആദ്യം നടക്കുന്ന ജമാഅത്ത് ഏതാണോ ഷാഫി മദ്ഹബുകാരതാണെങ്കിൽ ഞാനതിൽ പങ്കെടുക്കും, അതും വാപ്പാക്ക് എതിർപ്പായി. അങ്ങനെ ദിനം പ്രതി വാപ്പയും ഞാനും തമ്മിലുള്ള ഈ അകൽച്ച കൂടി വന്നു. ഞാനാണെങ്കിൽ ഹദീസ് പഠനത്തിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഹനഫി മദ്ഹബിന് വിരുദ്ധമായ പലതും കേൾക്കുന്നു. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വാപ്പ എൻ്റെ അടുത്ത് വന്നു. സാധാരണ ഇല്ലാത്ത പരുഷമായ നിലക്ക് ശബ്ദമുയർത്തി വാപ്പ എന്നോട് സംസാരിച്ചു. ഒരിക്കലും ഈ വീട്ടിൽ ഇനി സ്വസ്ഥമായി എനിക്ക് ഈ പിതാവിൻ്റെ കൂടെ തുടർന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില യുവാക്കളും അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് താല്പര്യമുള്ള സുഹൃത്തുക്കളെയും കൂട്ടി പിതാവിൻ്റെ കടയിൽ നിന്നുള്ള ജോലിയും ഒഴിവാക്കി
അതിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വാച്ച് നന്നാക്കുന്ന ഒരു കട തുടങ്ങി കുറച്ച് കാശുകളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം വാച്ച് നന്നാക്കുന്ന തൊഴിൽ ഒരു ഭാഗത്ത് ചെയ്യും, മറുഭാഗത്ത് അദ്ദേഹം ഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും പലതും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാതെ മക്തബത്തുൽ ലാഹിരിയ എന്ന് പറയുന്ന ദിമിഷ്കിലുള്ള പ്രസിദ്ധമായ ഗ്രന്ഥാലയമുണ്ട്, അങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, അക്തഫി ബിഅമലി സഅത്തിൻ ഫിൽ യൗമി ഔ സഅതൈൻ ഫയഹ്സുലു ഖൂതി വഖൂതു ഔലാദി ثم انطلق الى المكتبه الظاهريه. ഒരു ദിവസം 1 മണിക്കൂർ അതല്ലെങ്കിൽ 2 മണിക്കൂർ സമയം എൻ്റെ കടയിൽ പോയി ഞാൻ വാച്ച് നന്നാക്കുന്ന ജോലി ചെയ്യും. ആ പറയുന്ന ജോലി ചെയ്താൽ എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒരു ദിവസത്തിലുള്ള ഭക്ഷണം, അതിനുള്ള വിഭവങ്ങൾ അതിൽ നിന്ന് എനിക്ക് ലഭിക്കും. പിന്നെ സ്വതന്ത്രനായിക്കൊണ്ട് ഞാൻ മക്തബത്തുൽ ലാഹിരിയയിലേക്ക് പോകും, ദിമിഷ്കിലുള്ള. അവിടെ പോയി ധാരാളം പ്രസിദ്ധീകരിക്കപ്പെടാത്ത ധാരാളം ഗ്രന്ഥങ്ങൾ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. മക്തബത്തുൽ ലാഹിരിയ പോലെ അറിയപ്പെട്ടതാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ പലതും പ്രസിദ്ധീകരിക്കപ്പെടാതെ കൈയെഴുത്ത് പ്രതികളായിക്കൊണ്ട് ആ ഗ്രന്ഥാലയത്തിൽ കടക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അതെടുത്തുകൊണ്ട് വായിക്കാനും പരിശോധിക്കാനും തുടങ്ങി. ആളുകൾക്ക് വന്ന് വായിക്കാനുള്ള ആ റൂമിൽ 4 ആളുകൾക്ക് ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു മേശയുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് ഈ പറയുന്ന പഴയതും പൊടി പിടിച്ച് കിടക്കുന്ന ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് ആ മേശയുടെ മുകളിൽ വെക്കും. അപ്പോൾ അവിടെ വായിക്കാൻ വേണ്ടി ആ ഗ്രന്ഥാലയത്തിൽ വരുന്ന മറ്റുള്ള ആളുകൾക്ക് ആ റീഡിംഗ് റൂമിൽ എൻ്റെ ഈ അനുഭവം അവർക്ക് അലോസരമായി, പ്രയാസമായി. അപ്പോൾ അവരതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ എൻ്റെ താല്പര്യവും നിരന്തരം ഞാൻ അവിടെ പോയി ഈ പഠനം നടത്തുന്നതും കണ്ടപ്പോൾ ആ പറയുന്ന ഗ്രന്ഥാലയത്തിൻ്റെ നോട്ടക്കാരായ ആളുകൾ അവിടെയുള്ള ഒരു ചെറിയൊരു റൂം എനിക്ക് സൗകര്യപ്പെടുത്തി തന്നു. അവിടെയുള്ള ചെറിയൊരു റൂം എനിക്കവർ സൗകര്യപ്പെടുത്തി തന്നു. അങ്ങനെ ചില ദിവസങ്ങളിൽ 15 മണിക്കൂർ സമയം ആ ഗ്രന്ഥാലയത്തിൽ പഠനവുമായിക്കൊണ്ട് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചെലവഴിക്കുമായിരുന്നു. 15 മണിക്കൂർ സമയമൊക്കെ. വറുബ്ബമാ ബഖിയ ബഅദ ഇന്തിഹാഇ ദവാം. ചില ദിവസം ആ പറയുന്ന ഗ്രന്ഥാലയം അടച്ചുപൂട്ടേണ്ടുന്ന അതിൻ്റെ ജോലി സമയം അവസാനിക്കുന്നതിന് ശേഷവും അൽബാനിക്ക് അവിടെ കഴിച്ചുകൂട്ടേണ്ടി വരും. അപ്പോ ഫയത്ലുബു മിൻഹുൽ മുവല്ലഫൂൻ അൻ യുഗ്ലിഖൽ അബ്വാബ ഖൽഫഹു. നിങ്ങൾ പോകുമ്പോൾ വാതിൽ പൂട്ടി പോകണമെന്ന് പറഞ്ഞ് അതിൻ്റെ താക്കോലും അതിൻ്റെ കീയും എന്നെ ഏൽപ്പിച്ച് ജോലിക്കാരവിടെ നിന്ന് പോകും. വമിൻ ജമീലി മാ യുദ്കറു അന്നഹു കാന അഹ്യാനൻ യസ്അദു അല സുല്ലം. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പഠനത്തിനെ കുറിച്ച് പറയപ്പെടാവുന്ന ഏറ്റവും സുന്ദരമായൊരു വാക്ക്, അദ്ദേഹം ചില ദിവസങ്ങൾ യസ്അദു അല സുല്ലം, കോണിയുടെ മുകളിൽ കയറും. ഗ്രന്ഥത്തിന്റെ തട്ടുകളിൽ റഫുകളിൽ അടുക്കി വെച്ച പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെയുള്ള കോണിയുടെ മുകളിൽ കയറും. ലിയൽതഖിത കിതാബൻ മിൻ അല റഫ്. ആ പറയുന്ന റഫുകൾ എന്താണതിന് മലയാളത്തിൽ പറയാ, അതിൻ്റെ റുഫൂഫുകളിൽ, അതിൻ്റെ സ്റ്റെപ്പുകളിൽ വെച്ച ഗ്രന്ഥങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഫയബ്ഖാ അല സുല്ലമി സാഅതൻ യഖറ വഖദ് നസിയ നഫ്സഹു മിൻ ശഗഫിഹി ബിൽ ഖിറാ. 1 മണിക്കൂർ സമയമൊക്കെ ആ കോണിയിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കും. അതിന് മാത്രം അദ്ദേഹത്തിന് പുസ്തകങ്ങളോടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നാസറുദ്ദീൻ അൽബാനി പഠനങ്ങൾ തുടർന്നപ്പോൾ ഇസ്തതാഅ ശൈഖ് ബിതൗഫീഖില്ലാഹി ലഹു അൻ യുഅസ്സിസ മദ്റസതൻ ജദീദതൻ ഫീ ഇൽമിൽ ഹദീസ്. ഹദീസിനെ കുറിച്ചുള്ള പുതിയ ഒരു പഠന രീതി അദ്ദേഹം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പറയുന്ന പഠന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഹദീസുകൾ ഐറ്റം തിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഹദീസിന്റെ കിതാബുകൾ സഹീഹുൽ ബുഖാരി മുസ്ലിം മാറ്റിവെച്ചാൽ സുനനിന്റെ കിതാബുകളിലൊക്കെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിന്റെ കിതാബുകളിലൊക്കെ സഹീഹായ ഹദീസുകളും ലഈഫായ ഹദീസുകളും അങ്ങനെയാണ് അവരുടെ രീതികൾ. അതാണ് അതിൽ നമ്മൾ ഐറ്റം തിരിച്ച് അത് കൃത്യമായി തെരഞ്ഞെടുത്ത് മനസ്സിലാക്കണം, ഇന്നത് സഹീഹാണ് ഇന്നത് ലഈഫാണ് എന്നുള്ളത്. ഈ പറയുന്ന കാര്യത്തിന് മുസ്തലഹുൽ ഹദീസ് എന്ന് പറയുന്ന ബൃഹത്തായ ആ മേഖല ശരിക്കും അതിൽ വ്യക്തമായി പഠിക്കാൻ തയ്യാറാണ്. അതിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ നില അതിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള മഹാനായ പണ്ഡിതരായിരുന്നു റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ല. അൽബാനി റഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പമാകാൻ വേണ്ടി ഈ പറയുന്ന ഹദീസിന്റെ കിതാബുകൾ പരിശോധിക്കാനും അതിൽ നിന്ന് ഇന്ന ഭാഗത്തുള്ള ഇന്നതുമായ ഹദീസുകൾ സഹീഹാണ്, ഇന്നത് ലഈഫാണ്, അസ്സിൽസിലത്തു സഹീഹ അസ്സിൽസിലത്തു ലഈഫ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നാസറുദ്ദീൻ അൽബാനിയുടെ സഹീഹായ ഹദീസുകൾ, അതിന്റെ സമാഹാരങ്ങൾ, അത് പൂർണ്ണമായിട്ടും മാറ്റിവെച്ച് അദ്ദേഹം ഈ പറയുന്ന ഹദീസുകൾ സഹീഹാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അതിന്റെ സനദിലുള്ള വഴിയിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചും
കൃത്യമായി വ്യക്തമായി പഠനം നടത്തണം. അങ്ങനെ നടത്താതെ ഒരാൾക്ക് സഹീഹ് എന്ന് പറയാൻ കഴിയൂല. അൽബാനി റഹ്മഹുല്ല ഓരോ റാവികളെക്കുറിച്ചും റിപ്പോർട്ടർമാരെക്കുറിച്ചും കൃത്യമായി പഠനം നടത്തിയിട്ട് അവർ വന്ന ആ വഴിയിൽ പരമ്പരയിലുള്ളത് സഹീഹാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. വളരെ ചുരുക്കം ഹദീസുകൾ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ചെയ്തതിൽ തിരുത്തേണ്ടതും പിന്നീട് അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടതും വന്നിട്ടുള്ളൂ. ആ നിലക്കുള്ള ശക്തമായ വളരെ പ്രയാസകരമായ ആ കാര്യം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. ഇന്നതൊക്കെ മൗദൂആയ ഹദീസ്, കള്ള ഹദീസുകളാണ്. ഇന്നത് ബലഹീനമായ പരമ്പരയിൽ കൂടെ, മാർഗത്തിൽ കൂടെ, സനദിൽ കൂടെ വന്നതാണ്. അങ്ങനെ സഹീഹായ ഹദീസുകൾക്ക് അദ്ദേഹം കിതാബുകൾ, ലഈഫായ ബലഹീനമായ ഹദീസുകൾക്ക് വേറെ കിതാബുകൾ, സഹീഹ് വേറെ ലഈഫ് വേറെ. കുതുബുസുന്നയിൽ മുഴുവനും കൂടി സഹീഹും ലഈഫും അങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടിയാണ് അതിന്റെ പണ്ഡിതന്മാർ അത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഐറ്റം തിരിച്ച് അങ്ങനത്തെ ഒരു പ്രത്യേകമായ രീതി ഹദീസ് പഠനത്തിന് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന പണി ചെയ്ത് ഹദീസുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ സനദോടുകൂടെ പറയൽ വന്നതിന്റെ ശേഷമാണ് ആ കാര്യം മുസ്ലിം ലോകത്തിന് ഒരു ഉണർവും ഒരു ഉന്മേഷവും വന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ ആ പണ്ഡിതൻ ജീവിച്ചു മരിക്കുന്നതിന്റെ മുമ്പ് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഒരാളൊരു ഹദീസ് പറയുകയാണെങ്കിൽ സ്വഹഹുൽ അൽബാനി വഅഫഹുൽ അൽബാനി എന്ന് പറയാതെ ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ് പൂർണ്ണമായി ആ വ്യക്തിക്ക് അതിൽ നിന്ന് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. അങ്ങനത്തെ ഒരു ആദരവ് സൗദി അറേബ്യയിലാണെങ്കിൽ പോലും, അറബി പണ്ഡിതന്മാരുള്ള ലോകത്താണെങ്കിൽ പോലും ഒരു ഹദീസിനെ കുറിച്ച് മിമ്പറുകളിൽ വെച്ചോ സ്റ്റേജുകളിൽ വെച്ചോ സദസ്സുകളിൽ വെച്ചോ ഒരാൾ പറയുകയാണെങ്കിൽ സ്വഹഹുൽ അൽബാനി വഅഫഹുൽ അൽബാനി എന്ന് ആ ഹദീസ് പറയുന്ന വ്യക്തികൾ, പ്രസംഗകരോ മുദരിസോ അധ്യാപകരോ, അവർ പറയുന്ന നിലക്കുള്ള ഒരു ആവേശകരമായ ഒരവസ്ഥ ഹദീസ് പഠനത്തിൽ വന്നു എന്നുള്ളത്. മഹാനായ ആ പണ്ഡിതന് അതിന്റെ പേരിൽ അങ്ങനെ ആ പറയുന്ന നാട്ടിൽ, പ്രത്യേകിച്ച് സൂരിയ എന്ന് പറയുന്ന പ്രദേശത്തും ഇതുപോലെ സൂഫികളും ഖുറാഫാത്തിന്റെയും ആളുകൾ ധാരാളമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചും പല ജാതി പ്രയാസങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറ്റുള്ള പണ്ഡിതന്മാർക്ക് നേരിടേണ്ടി വന്നതുപോലത്തെ പ്രയാസങ്ങൾ പലതും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പല ആളുകളും അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്ന് നേരിട്ടതുപോലെ മറ്റ് പല ആളുകളിൽ നിന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹത്തിന് ജീവിതത്തിൽ ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏതാണെങ്കിലും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ പഠനവും ഈ ദഅവത്തും ഈ പറയുന്ന ഗ്രന്ഥരചനകളുമായിട്ട് അവിടെ കഴിച്ചുകൂട്ടി. തഹ്ദീറുസ് സാജിദി മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പുസ്തകമുണ്ട്. ചെറിയൊരു പുസ്തകം നാസിറുദ്ദീൻ അൽബാനിയുടെ നമ്മുടെ കയ്യിലുണ്ടത്. തഹ്ദീറുസ് സാജിദി മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ്. മഖ്ബറകൾ അവിടെ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല, പള്ളികളാക്കാൻ പാടില്ല, നിസ്കരിക്കുന്ന ആളുകൾ അത് അവിടെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് താക്കീത് എന്ന് പറഞ്ഞ ആ പുസ്തകം ഏകദേശം 21 വയസ്സുകാലത്താണ് നാസിറുദ്ദീൻ അൽബാനി ആ പുസ്തകം എഴുതിയത് എന്നുള്ളത്. ആ പുസ്തകം എഴുതിയത് സഹിഹായ ഹദീസുകളും അതിന്റെ റിവായത്തുകളും ക്രോഡീകരിച്ചുകൊണ്ട്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിമർശകരായ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, ധാരാളം അധ്യാപകർ അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. ശരിയാണ്, അൽബാനിക്ക് ധാരാളം മശായിഖന്മാരില്ല. ഈ പറയുന്ന ഗ്രന്ഥാലയത്തിൽ നിന്ന്, മക്തബത്തുല്ലാഹിരിയ പോലത്തെ ഗ്രന്ഥാലയങ്ങളിൽ നിന്നും പിന്നീട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഗ്രന്ഥാലയങ്ങൾ, പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൽ പഠനം നടത്തി എന്നുള്ളത്. പക്ഷേ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരുപാട് അധ്യാപകന്മാരും മശായിഖന്മാരും ഇല്ല എന്നുണ്ടെങ്കിലും, നേരത്തെ നമ്മൾ ഖുത്ബയിൽ കേട്ടതുപോലെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ ഉലമാക്കൾ, അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ ആളുകൾ അൽബാനി ഹദീസ് വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ വിഷയത്തിൽ അൽബാനിയെ കവച്ചു വെക്കാൻ ഇന്ന് ലോകത്തൊരാളില്ല എന്ന് പറഞ്ഞ തസ്കിയത്ത്, പ്രശംസ പത്രം നൽകിയതാണ്. അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ പറയുന്ന ആകാശത്തിന്റെ കുബ്ബയുടെ താഴെ, ഭൂമിയുടെ മുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ മുജദ്ദിദാണ് നാസിറുദ്ദീൻ അൽബാനി, അതിന്റെ പരിഷ്കർത്താവാണ്. ഹദീസ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മനുഷ്യ സമൂഹത്തിലെ ഉമ്മത്തിന്റെ മുന്നിലേക്ക് ഇത്ര ആകർഷണീയമായ രൂപത്തിൽ അത് കൊണ്ടുവന്ന് നൽകിയ മഹാനായ പരിഷ്കർത്താവാണ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അത് തന്നെ അങ്ങനത്തെ പ്രശംസയുടെ വാക്കുകൾ മതി അവർക്ക് ബഹുമാനത്തിനും അവർക്ക് ആദരവിനും. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി റബീഉ ഇബ്നു ഹാദിൽ മദ്ഖലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദ് കൂടിയായിരുന്നു. മദീന യൂണിവേഴ്സിറ്റിയിൽ 1.5 കൊല്ലം അദ്ദേഹം വന്ന് അധ്യാപന ജോലി ചെയ്തിട്ടുണ്ട് ഹദീസ് വിഭാഗത്തിൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ബാസിനോട് ഒരിക്കൽ ചോദിച്ചു, മദീന പള്ളിയിൽ അൽബാനിയുടെ സദസ്സിൽ ധാരാളം ആളുകളെ ഞങ്ങൾ കാണുന്നു, നിങ്ങളുടെ സദസ്സിൽ ഉള്ളതിലേറെ യാ ശൈഖ്, ഇബ്നു ബാസിനോട് ചോദിച്ചു.
അദ്ദേഹം അതിന് പുഞ്ചിരിച്ചുകൊണ്ട് കൊടുത്ത മറുപടി ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ, ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ലാ ഗാലിബ ലി അംരിഹി, അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദീനിന്റെ ശത്രുവായ ഒരു ഭരണാധികാരി അവിടെ ഈ മുസ്ലിമീങ്ങളെ ഈ നിലക്ക് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ അതിന്റെ കുടുംബത്തോടുകൂടെ അള്ളാഹു അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ലോകത്ത് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സുന്നത്ത് ഇത്രത്തോളം സുന്ദരമായ നിലക്ക് ആർക്കും കേട്ടാൽ ആകർഷണീയമാകുന്ന നിലക്ക് ഈ ഹദീസിനെ അതിനെ പ്രചരിപ്പിക്കാനും ആളുകളുടെ മുന്നിലെത്തിക്കാനും ആ മനുഷ്യൻ അള്ളാഹു ഉപയോഗപ്പെടുത്തി എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഹദീസിന്റെ വിഷയത്തിൽ അൽബാനിയെ കവച്ചുവെക്കാൻ മറ്റൊരാൾ ഈ കാലഘട്ടത്തിലില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ പോലും അത് സമ്മതിച്ച കാര്യങ്ങളാണ്. എണ്ണപ്പെട്ട ഒറ്റപ്പെട്ട ചില ആളുകൾ ഏതെങ്കിലും നിലക്ക് മഹാനായ പണ്ഡിതനെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് ധാരാളം കിതാബുകൾ, ഇർവാഉൽ ഖലീൽ ഫി തഖ്രീജ് അഹാദീസ് മനാറുസ് സബീൽ, വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, സിൽസിലത്തുൽ അഹാദീസ് സഹീഹ, സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫ, തൽഖീസ് അഹ്കാമിൽ ജനായിസ്, ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തുടക്കം മുതൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നതിന്റെ മുമ്പ് പോലും അതിന്റെ ആളുകളും കുടുംബങ്ങളും അവനോട് ചെയ്യേണ്ടുന്ന ഹക്കുകളടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി പറയുന്ന സിഫത്തു സ്വലാത്തുൻ നബി മിൻ അവ്വലി മുഅല്ലഫ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ രചിച്ച ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ പ്രവാചകരുടെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ രൂപം, അതേപോലെ തന്നെ ഇബ്നു അബി ആസിം റഹ്മത്തുള്ളാഹിയുടെ ളിലാലുൽ ജന്ന എന്ന് പറയുന്ന ഇങ്ങനെ ധാരാളം, മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഗ്രന്ഥാലയങ്ങളിലും ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ പുസ്തകങ്ങളുടെ കിതാബുകളുടെ ഗ്രന്ഥങ്ങളുടെ കടകളിലും സ്ഥാപനങ്ങളിലും പരന്ന് പന്തലിച്ചുകൊണ്ട് കിടക്കുന്നു എന്നുള്ളത്. നാസിറുദ്ദീൻ അൽബാനി ജാമിഅത്തുൽ ഇസ്ലാമിൽ അദ്ദേഹം 3 വർഷക്കാലം എന്നാണ് പറയുന്നത്, 1383 വർഷം മുതലേറ്റ് വബിതർശീഹിൻ മിന ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം മുഫ്തിൽ മംലക്ക, അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹിയുടെ മുന്നിൽ സൗദി അറേബ്യയുടെ മുഫ്തിയായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശപ്രകാരമാണ് നാസിറുദ്ദീൻ അൽബാനി മദീനയിലേക്ക് ജാമിഅത്തുൽ ഇസ്ലാമിലേക്ക് അധ്യാപകനായി വന്നത് എന്നുള്ളത്. അങ്ങനെ പിന്നെ അദ്ദേഹം 2-3 വർഷം കാലത്തിന് ശേഷം സിറിയയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. സിറിയയിൽ മടങ്ങിപ്പോയ സമയത്തും അവിടെ അദ്ദേഹത്തിന് സ്വസ്ഥമായ ജീവിതം അവിടുന്ന് ലഭിക്കാതെ ജോർദാനിലുള്ള രാജാവ് അദ്ദേഹത്തിനോട് ആ നാട്ടിലേക്ക് ചെല്ലാനുള്ള സമ്മതം ചോദിച്ച് ആ രാജാവിന്റെ അനുവാദ സമ്മതപ്രകാരം അദ്ദേഹം ഉർദുനിലേക്ക്, ജോർദാനിലേക്ക് മടങ്ങിപ്പോയി. ഇതിന്റെ ഇടയിലൊക്കെ സംഭവബഹുലമായ പലജാതി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ആ പണ്ഡിതൻ നേരിടേണ്ടി വന്നു എന്നുള്ളത്. 1419 വർഷത്തിൽ മലിക് ഫൈസൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പേരിലുള്ള സമ്മാനം സൗദിയിലുള്ള ഗവൺമെന്റ് മഹാനായ പണ്ഡിതന് കൊടുത്തു. അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് ചെയ്ത ഈ ഹദീസിന്റെ വിഭാഗത്തിലുള്ള ഈ സേവനത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞതുപോലെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, ലാ നഅലമു അഹദൻ അഅലമ ബിൽ ഹദീസ് മിൻഹു, അദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിന്റെ കാര്യത്തിൽ അൽബാനിയിലേറെ ഈ കാലഘട്ടത്തിൽ അറിവുള്ള മറ്റൊരാളെ നമുക്കറിയുകയില്ല. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, മാ തഹ്ത അദീമിസ് സമാഇ ആലിമുൻ ബിൽ ഹദീസ് ഫിൽ അസ്റിൽ ഹദീസ്, ഫീമാന, നമ്മൾ അറിവനുസരിച്ച് നാസിറുദ്ദീൻ അൽബാനിയിലേറെ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഏറെ പണ്ഡിത്യമുള്ള മറ്റൊരാളെ നമുക്ക് അറിയുകയില്ല എന്നത്. അങ്ങനെ ഏതാണെങ്കിലും അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ 1420 22 ദിവസം 6 മാസത്തിൽ ഒമാൻ എന്ന് പറയുന്ന ജോർദാനിന്റെ തലസ്ഥാനത്തിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ പറയുന്ന രോഗത്തിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യാലെ ആളുകൾ പലരും ഇസ്ലാമിലേക്ക് വന്നു എന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും മറ്റുള്ള ആളുകളും പറയുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചില പ്രസിദ്ധമായ വാക്കുകൾ, അതിൽപ്പെട്ട ഒന്ന് അത്വരീഖു ഇലല്ലാഹി തവീൽ, അള്ളാഹുവിലേക്കുള്ള വഴി വളരെ നീളമുള്ളതാണ്.
വലൈസൽ മുഹിമ്മു അൻ തസില ഇലാ നിഹായത്തി, ആ വഴിയുടെ അങ്ങേ തലക്കൊക്കെ എത്തുക എന്നുള്ളതല്ല അത്യാവശ്യം. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലായതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലായതുപോലെ, മൂസാ നബി അള്ളാഹുവിന്റെ കലീം, അള്ളാഹുവിന്റെ സംസാരം ഈ ഭൂമിയിൽ വെച്ച് നേരിട്ട് കേട്ടതുപോലെ അങ്ങോട്ട് എത്തുക എന്നുള്ളതൊന്നും ഒരു പക്ഷേ നമുക്ക് താങ്ങാൻ കഴിയുകയില്ല. പക്ഷേ അൽ മുഹിം, അത്യാവശ്യം, അൻ തമൂത വ അൻത അലൈഹി, ആ വഴിയിലായിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ മതി എന്നുള്ളത്. നമുക്ക് ആ മാർഗത്തിലായി മരിക്കാൻ കഴിഞ്ഞാൽ മതി. അവരെ പോലെ അങ്ങേ തലക്കൊക്കെ എത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മറ്റൊരു സമയത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇൻഖത അർജാഉ ഇല്ലാ മിൻക യാ അല്ലാഹ്, എല്ലാ പ്രതീക്ഷകളും അല്ലാഹുവേ മുറിഞ്ഞിരിക്കുന്നു നിന്നിൽ നിന്നല്ലാതെ. വഖാബത്തിൽ ആമാലു ഇല്ലാ ഫീക്, എല്ലാ ആഗ്രഹങ്ങളും നിന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരാളിലുമില്ല. വൻസദ്ദത്തി തുറുഖ് ഇല്ലാ ഇലൈക്, സകല വഴികളും അടഞ്ഞു കിടക്കുകയാണ് അല്ലാഹുവേ നിന്നിലേക്കല്ലാതെ. വഉഗ്ലിഖത്തിൽ അബ്വാബു ഇല്ലാ ബാബുക്, നിന്റെ കവാടമല്ലാതെ മറ്റുള്ളത് മുഴുവനും അടക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവിലേക്കുള്ള അതിശക്തമായ റജാഉം തവക്കുലും അതിന്റെ വാക്കുകളും. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ലാ തഹ്ഖിദ് അലാ അഖീകൽ മുസ്ലിം, മുസ്ലിമായ നിന്റെ സഹോദരനോട് ഒരിക്കലും അസൂയ കാണിക്കരുത്. തഅല്ലമിൽ ഇൽം, ഇൽമു പഠിക്കേ. ഹാദൽ ഇൽമു സയുമയ്യിസു ലക സ്വാലിഹ മിന സ്വാലിഹ് വൽ മുഖ്തിഅ വൽ മുസീബ്, നീ അള്ളാഹുവിന്റെ ഈ ദീന് പഠിച്ചാൽ നല്ലതാരാണ്, ചീത്ത ആരാണ്, ശരിയായ ഭാഗത്തുള്ള ആരാണ്, വഴിപഴച്ചവൻ ആരാണ് എന്നുള്ളതിന് എനിക്കത് കൃത്യമായി മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞു. അതേപോലെ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റൈഹാനത്തുൽ യമൻ എന്ന് പറയുന്ന ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ല, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചെറിയ നിലക്ക് നമ്മുടെ ഈ സമയത്തിന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് കുവൈത്തിലുണ്ടായിരുന്ന അൽ വതൻ എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ചില വാർത്തകളാണ്. മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ അൽ ഹാഷിദി 1356 ഹിജറ വർഷം, 1937 ഇംഗ്ലീഷ് വർഷത്തിൽ റബീഉൽ ആഖിർ മാസം 30 അന്ന് 1422 2001 മരണപ്പെട്ടു. 1356 ജനിച്ച് 1422 മരണപ്പെട്ട്. അദ്ദേഹം യമനിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും സലഫി ദഅവത്തിന്റെ ആ ദഅവത്ത് പടർന്ന് പന്തലിപ്പിച്ച അതിന്റെ മഹാനായ നേതൃത്വം കൊടുത്ത ഇമാമായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം യമനിലുണ്ടായിരുന്ന ഹുദൈദ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ദിമ്മാജി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഗ്രാമത്തിൽ ഒരു സലഫി മദ്രസ അദ്ദേഹം സ്ഥാപിച്ചു. ദാറുൽ ഹദീസ് എന്ന് അദ്ദേഹം അതിന് പേര് കൊടുത്തു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, നാനാഭാഗം എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലോകത്തിന്റെ ഏതേതൊക്കെ ദിക്കുകളുമുണ്ടോ അവിടെ നിന്ന് മുഴുവനും ആളുകൾ ആ പറയുന്ന ദാറുൽ ഹദീസിലേക്ക് ഇൽമു തേടിക്കൊണ്ടുപോയി എന്നുള്ളത്. ജീസാനുണ്ടായിരുന്ന അഹ്മദ് നജ്മി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ദിമ്മാജ് മർക്കസ് കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ ഷെയ്ഖ് മുഖ്ബിലിന്റെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു സ്ഥാപനം, ഇത്ര വിദ്യാർത്ഥികൾ, ഷെയ്ഖ് മുഖ്ബിൽ അവിടെ നിന്ന് വഫാത്താകുന്ന സമയത്ത് ഏകദേശം 7000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, ഖുർആനും ഹദീസും പഠിക്കുന്ന, ദീനുൽ ഇസ്ലാം കൃത്യമായ ശരിയായ മന്നജ് പഠിക്കുന്ന ആളുകൾ, ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, പരിതാപകരമായ ജീവിത സാഹചര്യത്തിന്റെ കാര്യങ്ങൾ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥി, വിവാഹം കഴിക്കാത്ത വിദ്യാർത്ഥികൾ, വിവാഹിതരായി ചില കുടുംബങ്ങളുമായി താമസിക്കുന്നവരോട് സലാം പറഞ്ഞ് അവരടുത്ത് ചെല്ലുമായിരുന്നു. ശരിക്കൊരു നല്ല ഭക്ഷണത്തിന് ചില സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം പ്രയാസമുണ്ടായിട്ട്. ഇങ്ങനത്തെ പരിതാപകരമായ അവസ്ഥ. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയപ്പെടുന്ന അദ്ദേഹം കാശ് എണ്ണി വിതരണം ചെയ്യലില്ലായിരുന്നു എന്നുള്ളത്. സംഭാവനകളായി അദ്ദേഹത്തിന് അടുത്ത് വരും, ആ വരുന്നതിന് അദ്ദേഹം എടുത്തു കൊടുക്കും, എത്രയാണ് എന്ന് അദ്ദേഹം നോക്കലില്ലായിരുന്നു എന്ന്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിൽ അദ്ദേഹം ചില ബിൽഡിങ്ങുകളിൽ ജോലിക്കാനായിട്ടാണ് വന്നു എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു. മക്കയിലാണ് ആദ്യം വന്നത്. അങ്ങനെ മഅഹദുൽ ഹറമുൽ മക്കിയിൽ വെച്ച് അദ്ദേഹം ഇൽമു പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം ജനിക്കുന്നത് ദിമ്മാജി എന്ന് പറയുന്ന, സഅദ എന്ന് പറയുന്ന യമനിലുണ്ടായിരുന്ന ആ സിറ്റിയിൽ. ഏതാണ് അദ്ദേഹത്തിന്റെ ജീവിത ദിവസം, അദ്ദേഹത്തിൻ്റെത് കൃത്യമായത് കാണുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ചില രേഖകളിൽ കൂടെയാണ് ഈ പറയുന്ന അതിൻ്റെ സമയങ്ങളും ദിവസങ്ങളും ഇവർ പറഞ്ഞത് എന്നുള്ളത്. അദ്ദേഹം
ആ നാട്ടിൽ വെച്ച് ഗ്രാമത്തിൽ വെച്ച് ഇൽമു തേടി പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ തജ്വീദും എഴുത്തുകളും അറബി അക്ഷരങ്ങളും കാര്യങ്ങളും അവിടെ വെച്ച് പഠിച്ച് അവിടെയുള്ള ചില ഉപദേശകരായ ആളുകളുടെ കാര്യങ്ങൾ കേട്ടു. ശരിക്ക് സെയ്ദിയ എന്ന് പറയുന്ന ഷിയ കുടുംബങ്ങൾക്ക് സ്വാധീനമുള്ള കുടുംബങ്ങളായിരുന്നു അവരുടെ കുടുംബങ്ങളൊക്കെ എന്നുള്ളതാണ്. ഷിയ റാഫിദികളാണ്, പക്ഷേ അതിൽ നിന്ന് ഇറാനിലുള്ളവരെ പോലത്തതല്ല, അഹ്ലുസുന്നയിലേക്ക് അടുപ്പമുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഉപദേശം കാര്യങ്ങളും കൊടുക്കുന്ന ഒരു ദിവസം ഒരാൾ ഫതുഹുൽ മജീദ് എന്ന കിതാബ് തൗഹീദിന്റെ ഫതുഹുൽ മജീദ്, കിതാബ് തൗഹീദിന്റെ ഷറഹായ ഫതുഹുൽ മജീദ് എന്ന് പറയുന്ന കിതാബ് അദ്ദേഹത്തിന് അതിൽ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ കൊടുത്ത് അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. അതാണ് അദ്ദേഹത്തിന് ഈ സലഫി ദഅവത്തിലേക്ക് വരാൻ പ്രേരണയായത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ കാണാൻ കഴിയും. അങ്ങനെ ഏതാണെങ്കിലും അദ്ദേഹം രണ്ടാമത് സൗദിയിൽ നിന്ന് യമനിലേക്ക് പോയി, വീണ്ടും അവിടെ വന്ന് സൗദിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. സൗദിയിൽ തിരിച്ചു വന്ന് ഹറമുൽ മക്കയിൽ അദ്ദേഹം വീണ്ടും പഠനം തുടങ്ങി. അതിന്റെ ശേഷം മർഹല ഥാനവി അദ്ദേഹം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ജാമിയത്തുൽ ഇസ്ലാമിയിൽ മദീനയിൽ പോയിട്ട് അദ്ദേഹം അവിടെ പഠനം ആരംഭിച്ചു. സ്ഥിരമായി കുല്ലിയത്ത് ദഅവ ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന അവിടെ പോയി അദ്ദേഹം സ്ഥിരമായിട്ട് പഠിക്കുകയും കുല്ലിയത്തു ശരിയാത്തിൽ മുൻതസിബായി, കുല്ലിയത്തു ശരിയാത്തിൽ മുൻതസിബി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 കോളേജിൽ അദ്ദേഹം പഠനം നടത്തി എന്നുള്ളതാണ്. കുല്ലിയത്തു ദഅവയിൽ അദ്ദേഹം അവിടുത്തെ സ്ഥിരം വിദ്യാർത്ഥിയായിക്കൊണ്ടും കുല്ലിയത്തു ശരിയാത്തിൽ അദ്ദേഹം മുൻതസിബി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പഠിക്കുകയും പരീക്ഷ അവിടെ പോയി എഴുതുകയും ചെയ്യുന്ന ആ സംവിധാനം. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം പഠനം നടത്തി. പഠനം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മാജിസ്റ്റീർ എന്ന് പറയുന്ന ഉപരിപഠനത്തിലും ഉള്ള ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും അവിടെ വെച്ച് അദ്ദേഹം നേടിയെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഏകദേശം അവസാന സമയത്ത് സൗദി അറേബ്യയിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേര് ജുഹൈമാൻ എന്ന് പറയുന്ന നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാകും. മസ്ജിദുൽ ഹറാമിൽ പണ്ട് മയ്യത്തുകളാണ് എന്ന് പറഞ്ഞ ആയുധങ്ങൾ കടത്തിയിട്ട് സൗദി അറേബ്യയിൽ ചെറിയ പ്രയാസങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ഉണ്ടാക്കിയ ജുഹൈമാൻ എന്ന് പറയുന്ന ആ വ്യക്തി, അവരൊക്കെ ഷെയ്ഖ് മുഖ്ബിലിന്റെ ദർസുകളിലും ഉപദേശങ്ങളും കേൾക്കലുണ്ട്. ഇദ്ദേഹമാണ് അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് സൗദി അറേബ്യയിൽ നിന്ന് യമനിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം 3 മാസത്തിൽ ജയിലിലിട്ടു. അതിന്റെ ശേഷം പിന്നീട് സൗദി അറേബ്യയിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും അനുവാദമില്ലാത്ത നിലക്ക് യമനിലേക്ക് ഷെയ്ഖ് മുഖ്ബിലിനെ കയറ്റിവിട്ടു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ മറ്റുള്ള വിഭവങ്ങൾ മുഴുവനും സൗദിയിലായിരുന്നു. അങ്ങനെ യമനിൽ അദ്ദേഹം എത്തിയതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ആ യമനിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ ശ്രമിച്ചു. പക്ഷേ അന്നുണ്ടായിരുന്ന റാഫിലുകളും ഈ പറയുന്ന ഷിയാക്കളും ആളുകൾ എയർപോർട്ടിന്റെയും സീപോർട്ടിന്റെയും ഭാഗങ്ങളിൽ പല ജാതി തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പല ജാതി പരീക്ഷണങ്ങൾ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് വന്ന സമയത്ത് ഒരിക്കൽ ഷെയ്ഖ് പറയാണ്, ഫകഅന്നി ഖറജതു ലിഖറാബിൽ ബിലാദി വദ്ദീനി വൽ ഹുക്ം, ഞാൻ ഈ ലോകത്തേക്ക് അള്ളാഹു എന്നെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നി. അതിന് മാത്രം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനാട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ലതാനും. സൗദിയിൽ വെച്ചിട്ട് ആ പഠനം പൂർത്തിയാക്കി സ്വസ്ഥമായി കഴിച്ചുകൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. യമനിന്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഞാനങ്ങനെ യമനിൽ ചെല്ലുന്ന ആ നിസ്സഹായതയുടെ അവസ്ഥയിൽ ഉത്തരവാദപ്പെട്ട ഒരു ഭരണതലത്തിൽ ഉത്തരവാദപ്പെട്ട ഒരാളെനിക്കറിയൂല, ഒരു ഗ്രാമമുഖ്യനെ എനിക്കറിയൂല. ഇത് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10-13 വർഷത്തിലേറെ സൗദിയിൽ നിന്ന് നമ്മൾ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു നിസ്സഹായത അനുഭവപ്പെട്ടിരുന്നു. ഇതുപോലത്തെ ഒരു അവസ്ഥ, ഇതേ ഒരു അവസ്ഥയാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നമുക്കവിടെ ഒരു ഭരണകൂടത്തിലുള്ള ഉത്തരവാദപ്പെട്ട ആളറിയില്ല, എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനോ സഹായം ചെയ്യാനോ, അതേപോലെ ഒരു ഗ്രാമമുഖ്യനെയും അറിയില്ല. ഫഅഖൂലു ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, ഞാനത് പറയുമായിരുന്നു. വഇദാ ലുഖ്തു, എനിക്ക് മാനസികമായി ഇടുക്കവും പ്രയാസവും വരുമ്പോൾ ദഹബത്തു ഇലാ സൻആ, ചിലപ്പോൾ സൻആയിലേക്ക് പോകും, അതല്ലെങ്കിൽ ഹാഷിദിലേക്ക് പോകും, അല്ലെങ്കിൽ ദമാറിലേക്ക് പോയി. ഇതൊക്കെ യമനിലുള്ള ഓരോ പ്രദേശങ്ങളാണ്. വഹകദാ ഇലാ തഅസ് വആബ് വൽഹുദൈദ ദഅവതൻ വസിയാറത്തൻ ലിൽഇഖ്വാനി ഫില്ലാ, അല്ലാഹുവിന്റെ ദീനുള്ള സഹോദരന്മാരെ സന്ദർശിച്ചുകൊണ്ടും അവന്റെ ദീനിലേക്കുള്ള ദഅവത്തായിക്കൊണ്ടും പോകുമായിരുന്നു. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ മഹാനായ ആ പണ്ഡിതൻ കഴിച്ചുകൂട്ടി എന്നുള്ളത്. അങ്ങനെ ഏതാണെങ്കിലും അവിടെ വെച്ച് ആളുകൾ അവിടെ ഒരു മഅഹദ് സ്ഥാപിച്ച് ഷെയ്ഖിന് അവിടെ അധ്യാപനം നടത്താൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നീട് അവരുമായി ആശയ കാര്യങ്ങളിൽ അവർ ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്വാധീനമുള്ളവരായിരുന്നു. അതിന്റെ പേരിൽ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഷെയ്ഖ് ആ മഅഹദ് ഒഴിവാക്കി
അദ്ദേഹം പള്ളിയിൽ വെച്ച് ദർസ് നടത്തുന്നതിൽ ഈ പറയുന്ന ദിമ്മാജിലുള്ള ചെറിയൊരു പള്ളി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. അവിടെ വെച്ച് അദ്ദേഹം ദഅവത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ, ഏറ്റവും ആദ്യം മിസ്റിൽ നിന്നൊക്കെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദീന് പഠിക്കാൻ വേണ്ടി വരവ് തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും ഏകദേശം 7000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്രയാസകരമായ രോഗമായി, വാർദ്ധക്യമായി എന്ന് പറഞ്ഞ സമയത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സൗദിയിലുണ്ടായിരുന്ന ഭരണാധികാരികളോട് ഇദ്ദേഹത്തിന്റെ കാര്യം അവതരിപ്പിക്കുകയും, അദ്ദേഹത്തിന് നമ്മുടെ അയൽവാസിയാണ്, മഹാനായ പണ്ഡിതനാണ്, ഒരു സമയത്ത് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പേരിൽ ബഹുമാനിച്ചാദരിച്ച് സൗദിയിലുള്ള ഗവൺമെന്റ് പൂർണ്ണമായ സഹായങ്ങളും ആദരവുകളും ചെയ്ത് സൗദിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ചികിത്സിച്ചു, സൗദിയിൽ വെച്ച്. അതിന്റെ ശേഷം അവർ പറഞ്ഞു, അമേരിക്കയിൽ പോയാൽ നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയി. അതിന്റെ ശേഷം വീണ്ടും സൗദിയിലേക്ക് മടങ്ങി വന്നു ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി. പക്ഷേ രണ്ടാമത് അദ്ദേഹം സൗദിയിൽ വന്ന് വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് അനുവാദം കിട്ടിയില്ല. അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാതിരിക്കാനുള്ള കാരണം അബൂ ഖാലിദ് ബാഖൈസ് എന്ന് പറയുന്ന ഷെയ്ഖ് ഫുആദിന്റെ കൂട്ടുകാരനായിട്ട് മീറാസുൽ അംബിയ എന്ന് പറയുന്ന ഒരു സലഫി ഒരു സൈറ്റ് ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. മീറാസുൽ അംബിയ നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എന്ന് പറയും. അതിന്റെ ഉടമസ്ഥനായിരുന്ന അബൂ ഖാലിദ് ബാഖൈസ് നമുക്ക് അറിയുന്ന സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് മുഖ്ബിൽ രണ്ടാമത്തെ പ്രാവശ്യം അമേരിക്കയിൽ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അവർ അനുവാദം കൊടുക്കാതിരിക്കാൻ കാരണം ഷെയ്ഖ് മുഖ്ബിൽ ദിമ്മാജിലുള്ള സമയത്ത് അമേരിക്കയുടെ യമനിലുണ്ടായിരുന്ന സ്ഥാനപതി വനിത ബാർബറ എന്ന് പറയുന്ന പെണ്ണ്, ആരാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ, ആരാണ് ഇവിടുത്തെ പ്രധാനി, അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അലി അബ്ദുള്ള സാലിഹി എന്ന് പറയുന്ന യമനിലുണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റിനോട് അനുവാദം ചോദിച്ച് യമനിലുണ്ടായിരുന്ന പ്രമുഖരും പ്രധാനികളെയും കൂട്ടിയിട്ട് ദിമ്മാജി സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ദിമ്മാജിൽ വന്ന സമയത്ത് ഭരണാധികാരിയും അവിടെ ഉണ്ടായിരുന്ന ഗവർണറും അടക്കമുള്ള ആളുകൾ ഷെയ്ഖ് മുഖ്ബിലിനോട് ബർബറ എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാനപതി അവർക്ക് നിങ്ങളെ നേരിട്ട് കാണണം, കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞ അവരൊരു പെണ്ണാണെങ്കിൽ ഇവിടെ പെണ്ണുങ്ങളുടെ കിസ്മുണ്ട്, പള്ളിയുണ്ട്, സ്ഥാപനമുണ്ട്, അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ച് അന്വേഷിച്ചോട്ടെ, എനിക്കവളെ മുഖം കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പല സമ്മർദ്ദങ്ങളും വന്നു ഷെയ്ഖ് മുഖ്ബിലിന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനതിന് അനുവദിക്കുകയില്ല, എനിക്ക് സമ്മതമല്ല, അവൾക്ക് എന്നെ കാണണം, ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സമർത്ഥരായ അറബി അറിയുന്നവരുണ്ട്, ഇംഗ്ലീഷ് അറിയുന്ന വിദ്യാർത്ഥിനികളുണ്ട്, സ്ത്രീകളുണ്ട്, ആ ഭാഗത്തേക്ക് പോയിട്ട് അവൾ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ആ പറയുന്ന അംബാസഡർ ആ സ്ത്രീയെ കാണാൻ അനുവദിക്കാതിരുന്നപ്പോൾ അവർ ദേഷ്യം കൊണ്ട് ഈ മനുഷ്യനെ ഇനി അമേരിക്കയിൽ കാലുകുത്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമത്തെ പ്രാവശ്യം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് അനുവാദം കിട്ടാതെ അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത് എന്നുള്ളത്. സൗദി ഗവൺമെന്റിന്റെ പൂർണ്ണമായ സഹായങ്ങളും സംരക്ഷണങ്ങളും മറ്റുള്ള എല്ലാവിധ സപ്പോർട്ടോടുകൂടെ ജർമ്മനിയിൽ പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും രണ്ടാമത് പിന്നെ ജിദ്ദയിലേക്ക് തിരിച്ചു വന്നു. ജർമ്മനിയിലുള്ള ഡോക്ടർമാർ വിദഗ്ധർ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ചികിത്സയിന് സാധ്യത കുറവാണ്, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ജിദ്ദയിലേക്ക് വന്നു. ജിദ്ദയിൽ വന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി അമീർ നായിഫ് എന്ന സൗദിയിലുണ്ടായിരുന്ന അമീർ നായിഫ് അടക്കമുള്ള ആളുകൾ, പ്രധാനികളായ പ്രമുഖരായ ആളുകൾ വരുന്ന ആ ഭാഗത്തിൽ കൂടെ അദ്ദേഹത്തിനെ എയർപോർട്ടിൽ പ്രവേശിപ്പിച്ചു വന്നിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് മുഖ്ബിൽ ചോദിച്ചത്രേ അമീർ നായിഫിനോട്, യാ അമീർ നായിഫ് ഐനല്ലാ, അമീർ നായിഫിനോട് ചോദിച്ചു, അള്ളാഹു എവിടെയാണ്? ഷെയ്ഖ് മുഖ്ബിന്റെ രീതി അങ്ങനെയായിരുന്നു. ഭരണാധികാരികളാണെങ്കിലും ദീനിന്റെ കാര്യത്തിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അമീർ നായിഫ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് മുഖ്ബിൽ അള്ളാഹു ഫിസ്സമാഇയാണ്, നമ്മൾ അവിശ്വാസക്കാരനാണ്, നമ്മളൊക്കെ സലഫികളാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തരായ സഹോദരന്മാരുടെ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ നമുക്ക് അദ്ദേഹത്തിന്റെ തർജമയിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഏതാണെങ്കിലും മഹാനായ ആ പണ്ഡിതൻ ജിദ്ദയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സൗദി ഗവൺമെന്റിന്റെ പൂർണ്ണമായ ബഹുമാന ആദരവോടുകൂടി ഒരു സമയത്ത് പുറത്താക്കപ്പെട്ട പണ്ഡിതൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആദരവ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പുറത്താക്കി നാട്ടിൽ പോയതിന്റെ ശേഷം അദ്ദേഹം അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ വക്താവായി തലയുയർത്തിപ്പിടിച്ചു എന്നുള്ളതുമാണ്. ഏതാണെങ്കിലും റബീഉൽ ആഖിർ മാസത്തിൽ 1422 ഹിജ്റ വർഷത്തിൽ അദ്ദേഹം ജിദ്ദയിൽ വെച്ച് വഫാത്തായി. വദുഫിന ഫി മഖബറത്തിൽ അദ്ലി ഫി മക്ക, മക്കയിലുള്ള അൽ അദ്ൽ എന്ന് പറയുന്ന ഖബർസ്ഥാനിയിൽ അദ്ദേഹത്തിന് മറമാടപ്പെട്ടു.
അദ്ദേഹം മരിച്ച് അദ്ദേഹം വഫാത്തായ അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണവുമായി ആ ദിവസത്തിൽ പങ്കെടുത്ത ആളുകൾ അതൊരു ചരിത്രപരമായ ദിവസമായിരുന്നു എന്ന് പങ്കെടുത്ത സഹോദരന്മാർ പലരും പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ധാരാളം ചില കിതാബുകളൊക്കെ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹിയും രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ധാരാളം ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാർ പലരും പ്രശംസിച്ച വിശേഷിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തർജ്ജമയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യർഫഉല്ലാഹു ശഖ്സ ബിഖദ്രി തമസ്സുകിഹി ബിസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തി എങ്ങനെ മുറുകെ പിടിക്കുന്നു അതനുസരിച്ചാണ് അള്ളാഹു ആ മനുഷ്യന് ഉയർച്ചയും ഇസ്സത്തും പ്രതാപം നൽകുക. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, അൻസഹു ഇഖ്വാനി ഫില്ലാഹി അഹ്ലുസുന്ന. എന്റെ സഹോദരന്മാരായ അഹ്ലുസുന്നയോട് എനിക്കുള്ള നസീഹത്ത് ബിൽ ഇഖ്ബാരി അലൽ ഇൽമി നാഫിഇ, ഉപകാരപ്രദമായ ഇൽമ് അത് തേടാൻ അതിലേക്ക് മുന്നിടണം എന്നുള്ളത്. വസ്സുദ്ഖി മഅല്ലാഹി വൽ ഇഖ്ലാസ്, അള്ളാഹുവിനോട് കൂടെ മുഖ്ലിസീങ്ങളായി സാദിഖീങ്ങളായി നിൽക്കണം എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് റഹിമഹുള്ള പറഞ്ഞു, അരിഫുന്നാസ സുന്ന, അരിഫുന്നാസ സുന്ന ഫമാ ദൂന സുന്നത്തി ബാത്തിലുൻ. ആളുകൾക്ക് നിങ്ങൾ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൻ്റെതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കി. ഫമാ ദൂന സുന്നത്തി ബാത്തിൽ, സുന്നത്തല്ലാത്തതൊക്കെ അത് അസത്യമാണ്, അത് നമ്മൾ അതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല, സുന്നത്തിന് പ്രാധാന്യം കൊടുക്കി. മറ്റൊരു സ്ഥലത്ത് മഹാനായ ആ പണ്ഡിതൻ പറഞ്ഞു, ഇദാ അസ്സംത ബില്ലാഹ്, നീ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പക്ഷം, അള്ളാഹുവിനെ തവക്കുലാക്കി അവനെ പ്രതീക്ഷിച്ച് അള്ളാഹുവിനോട് സഹായത്തെ തേടി അള്ളാഹുവിൽ മുറുകെ പിടിച്ച് നീ ജീവിക്കുന്ന പക്ഷം, ലൗ അന്ന ജമീഅ മാ ഫിൽ കൗനി തആമറു അലൈക്, ലോകത്തുള്ളവർ മുഴുവനും നിനക്ക് എതിരായിക്കൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ലജഅല അല്ലാഹു ലക ഫറജൻ വ മഖ്റജ, നിനക്ക് രക്ഷപ്പെടാൻ ഒരു പോം വഴി, നീ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ളൊരു വഴി അള്ളാഹു നിനക്കുണ്ടാക്കി തരും. ഇതാണ് അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോൾ നാം കൈമുതലായി കരുതേണ്ട ശക്തമായ ആയുധം ഇതാണ്. അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനോട് സഹായത്തെ തേടി മുന്നോട്ട് പോവുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ദീന് അത് മുറുകെ പിടിക്കുക എന്നുള്ളതും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആളുകൾക്ക് ഈ ലോകത്തുള്ളവർ മുഴുവനും അവർക്കെതിരായിട്ട് അവരിറങ്ങിയാലും അവര് പ്രവർത്തിച്ചാലും ഏത് തന്ത്രകുതന്ത്രങ്ങൾ അവർ പയറ്റിയാലും ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, ഒരു പോം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു നമുക്ക് സഹായം നൽകുമാറാവട്ടെ. മറ്റ് ഒരു പണ്ഡിതൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുഹമ്മദ് അമാനുൽ ജാമി റഹ്മഹുല്ലാ, മുഹമ്മദ് അമാനുൽ ജാമി, ആഫ്രിക്കയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഈ പറയുന്ന സാലിഹുൽ ഫൗസാൻ, അതേപോലെ തന്നെ റബീഉ ഇബ്നു ഹാദി, ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളായിട്ടുള്ള ഈ പണ്ഡിതന്മാർ, ഈ അടുത്ത് മരണപ്പെട്ടവരുമല്ലാത്തവരുമായ അവരുടെയൊക്കെ ഷെയ്ഖും ഉസ്താദുമായി മദീനയിലുള്ള ജാമിയത്തുൽ ഇസ്ലാമിയിലും അതേപോലെ തന്നെ റിയാദിലും ജിസാനിലുള്ള സാമത്തയിലൊക്കെ അധ്യാപനം നടത്തിയ മഹാനായ പണ്ഡിതനാണ്. ചില ഇഖ്വാനികളും സുറൂരികളും അദ്ദേഹത്തെക്കുറിച്ച് ജാമി ജാമി, യഥാർത്ഥ സലഫികളെ പരിഹസിച്ചുകൊണ്ട് ജാമി ജാമി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ആദരണീയനായ ബഹുമാന്യനായ വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെ ശക്തമായ കൃത്യമായ അധ്യാപനങ്ങളും നിലപാടുകളുമുള്ള മഹാനായ പണ്ഡിതനാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുല്ല. വലാലത്തിന്റെ ആളുകൾ, വഴികേടിന്റെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് ജാമി ജാമി എന്ന് പറയുന്നത്. ഷെയ്ഖ് റബീഅ മദ്ഖലി, മദാഖലികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് പോലെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അമാൻ ഇബ്നു അലി ജാമി അലി യുഖന്ന അബു അഹ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത്. ഹബിഷ്യക്കാരനാണ് അദ്ദേഹം. ആഫ്രിക്കയിലുള്ള ഹബിഷ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുമ്പ് ഹിജറ പോയ എത്യോപ്യയിൽ മന്തിഖത്തി ഹറർ എന്ന് പറയുന്ന പ്രദേശത്ത് ഖറിയത്തി തഗാതാബ്, തഗാതാബ് എന്നാണ് ആ സ്ഥലത്തിന്റെ ഗ്രാമത്തിന്റെ പേര്. ആഫ്രിക്കയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ രേഖകളിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതുപോലെ ഹിജറ 1349 വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്നാണ്. ഹിജറ 1349 വർഷത്തിൽ അദ്ദേഹം ആ ഗ്രാമത്തിൽ അന്നുണ്ടായിരുന്നത് പോലെ തന്നെ മുസ്ലിം ലോകത്തെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ പരിശുദ്ധ ഖുർആന് പഠിപ്പിക്കൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഖുർആന് പൂർണ്ണമായി ഹിഫ്ളാക്കി പൂർത്തിയാക്കിയതിന്റെ ശേഷം പിന്നെ ഫിഖ്ഹിന്റെ കിതാബുകൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് അനുസരിച്ച് ഉള്ള
പഠനമാണ് അന്ന് ആ നാട്ടിലുള്ളത്. സലഫിയത്തൊന്നും എത്താത്ത സൂഫിയത്തും ഖുറാഫിയത്തും ഒക്കെ ധാരാളമുള്ള പ്രദേശങ്ങളാണ് താനും ആഫ്രിക്കയിൽ. സാമ്പത്തികമായി ഭൗതികമായി വളരെയധികം ക്ഷീണവും പ്രയാസവുമാണ് താൻ. അറബി ഭാഷ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം പഠിച്ചു. അൽ ഷെയ്ഖ് മുഹമ്മദ് അമീൻ അൽ ഹറരി എന്ന് പറയുന്ന പണ്ഡിതനെടുത്ത്. അങ്ങനെ പിന്നെ സ്വന്തം ഗ്രാമത്തിൽ വെച്ച് പഠിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഖുറാഫികൾ പള്ളി ദർസുകളിലേക്ക് സ്വീകരിക്കുന്നത് പോലെ കുറച്ച് മുതിർന്നാൽ കുട്ടികൾ പിന്നെ മറ്റ് ഗ്രാമങ്ങളിൽ പോയിട്ട് പഠനം നടത്തുക എന്നുള്ളതാണ്. ഇതാണ് ആ രീതി. അവരുടെ നാട്ടിലും അങ്ങനെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായ ഷെയ്ഖ് അബ്ദുൽ കരീം എന്ന് പറയുന്ന സഹപാഠിയും കൂടെ അദ്ദേഹം അവിടെ നിന്ന് അവരുടെ നാടിന്റെ അടുത്തുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി ഇൽമു തേടി. അതിന്റെ ശേഷം പിന്നീട് സൗദിയിൽ പോകുക എന്നുള്ള ആഗ്രഹം അവർക്ക് ജനിച്ചു എന്നുള്ളതാണ്. സൗദിയിൽ പോകുക എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് മൂസ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അവിടെ പോയി ചില പുസ്തകങ്ങൾ കിതാബുകൾ പഠിച്ചു. അതിന്റെ ശേഷം സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചു. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാനും അവിടെ പോയി പണ്ഡിതന്മാരെടുത്ത് പോയി ഇൽമു തേടാനും. ഇതാണ് അവർ ആഗ്രഹം വന്നത്. അങ്ങനെ ഇപ്പോൾ ഖറജ മിനൽ ഹബശത്തി ഇല സോമാൽ, ഹബശയിൽ എത്യോപ്യയിൽ നിന്ന് ഏറ്റവും ആദ്യം സോമാലിയിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ യമനിലേക്ക് ഉള്ള ബോർഡറുകളുള്ളത്. അങ്ങനെ സോമാലിയിൽ ചെന്ന് ഫറക്കിബ അൽ ബഹറ, അങ്ങനെ അവരെ അവിടെ ചെത്ത് കപ്പലിൽ കയറി മുത്തവജ്ജിഹീന ഇല അദൻ, യമനിലുള്ള അദൻ എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഹൈസു വാജഹതുഹുമ മസാഇബു വ മഖാതിറു ഫിൽ ബഹർ വൽ ബർ, കരയിലും കടലിലും ധാരാളം ഭീഷണികളും പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ചെറിയ കപ്പലുകളായിരിക്കും, പായക്കപ്പലുകളായിരിക്കും, മറ്റുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും, ധാരാളം ആളുകളുണ്ടാകും, ഇതുപോലത്തെ പ്രയാസങ്ങൾ പലതും. അങ്ങനെ ഏതാണെങ്കിലും അവർ അദനിലെത്തി യമനിൽ. സുമ്മസാറ ഇലൽ ഹുദൈദ സൈറൻ അലൽ അഖ്ദാം, നടന്നുകൊണ്ട് അവർ ഹുദൈദയിലേക്ക്. അവരുടെ കയ്യിൽ സാമ്പത്തികമായി കഴിവും പ്രാപ്തിയൊന്നുമില്ല. യമൻ അദൻ നിന്ന് ഹുദൈദ ഒരുപാട് ദൂരമുള്ള കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അവിടെ എത്തി. ഫസാമ ഷഹ്റ റമളാൻ, അവിടെ വെച്ച് നോമ്പ് മാസമായിരുന്നു, നോമ്പ് അനുഷ്ഠിച്ചു, അവിടെ കഴിച്ചുകൂട്ടി. ഫിഹ, അവിടെ വെച്ച് ഇതിന്റെ ഇടയിലൊക്കെ ചില തൊഴിലുകളും ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർക്കുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ സംഘടിപ്പിക്കൽ. മുൻഗാമികളായ ഇമാമികൾ പലരും യാത്ര ചെയ്തിരുന്ന അങ്ങനെയായിരുന്നു. അങ്ങനെ റമളാൻ മാസം കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖാദറ ഇല സഊദിയ, സൗദിയിലേക്ക് എത്തി. ഫമറ ബിസാമിത്ത, ജീസാനിലാണ് എത്തിയത്. അബി അരീഷ് ഹത്താ ഹസല അല ഇദ്നി ദുഖൂൽ ഇല മക്ക, മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ഗവൺമെന്റിൽ നിന്ന് കിട്ടി. വകാന കുല്ലുഹാ സൈറൻ അൽ അഖ്ദാം, ഇതൊക്കെ നടന്നുകൊണ്ടായിരുന്നു. ജീസാനിൽ വന്നു, അബി അരീഷിൽ വന്നു, അവിടുന്ന് മക്കയിൽ വന്നു. ഇതൊക്കെ കാൽനടയായി നടന്നുകൊണ്ടാണ് അവർ വന്നത്. വഫിൽ യമനി ഹസ്റഹുമാ ബഅദ് ശുയൂഖ് ഫീഹാ മിന ദഅവത്തി സലഫിയ്യത്തി അല്ലത്തി യുത്ലിഖൂന അലൈഹാ അൽ വഹാബിയ, യമനിൽ നിന്ന് അവർ സൗദിയിലേക്ക് പോരുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള ഖുറാഫികളായ ചില മശായിഖന്മാർ പറഞ്ഞു, സൗദിയിൽ പോയി വഹാബികളായി നിങ്ങൾ നശിക്കാൻ പോകേണ്ട, അവിടെ പോയി പരാജയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഏതാണെങ്കിലും 1369 വർഷത്തിൽ ഹജ്ജ് കർമ്മം മഹത്തായ ആ ഇബാദത്ത് അവർ നിർവഹിച്ചു. അതിന്റെ ശേഷം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഹലഖാത്തുൽ ഇൽമ, അവിടെയുള്ള ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് മശായിഖന്മാരിൽ അവർ ഇൽമ തേടി. അന്ന് അവിടെ ഉണ്ടായിരുന്ന അബ്ദുർ റസാഖ് ഹംസ എന്ന് പറയുന്ന ഈജിപ്ഷ്യനായിരുന്ന അന്ധനായിരുന്ന പണ്ഡിതനുണ്ടായിരുന്നു, മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആദർശത്തിന്റെ മൻഹജിന്റെ കാര്യത്തിൽ നല്ല കണിഷ്ഠതയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിൽ. അതേപോലെ അബ്ദുൽ ഹഖുൽ ഹാഷിമി, അഷേഖ് മുഹമ്മദ് അബ്ദുള്ള സുമാലി, ആഫ്രിക്കയിൽ നിന്ന് ഈ പറയുന്ന പല ആളുകളും. അതിന്റെ കൂട്ടത്തിൽ മക്കയിൽ വെച്ച് സമാഹത്ത് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെട്ടു എന്നുള്ളത്. മക്കയിൽ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി റിയാദിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ റിയാദിലേക്ക് പോയി. അവിടെ റിയാദിലുണ്ടായിരുന്ന മഅഹദ് അത് തുറന്നു, അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു, അവിടെ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി കൃത്യമായ ഒരു ചിട്ടയോടുകൂടെയുള്ള പഠനം എന്നുള്ള നിലക്ക് അങ്ങോട്ട് പോയി. വകുല്ലു ദാലിക ഫി അവായിലി അസ്സബഈനാത്തിൽ ഹിജ്രിയ, ഹിജ്റ 1700 ആ തുടക്കത്തിൽ. വമിമ്മൻ സാമലഹു ഫി ദിറാസത്തിഹി അസാനിയത്ത് ബിൽ മഅഹദ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, മദീനയിലുള്ള അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ പിതാവായ അബ്ദുൽ മുഹ്സിൻ ബിൻ ഹമദുൽ അബ്ബാദി എന്ന് പറയുന്ന മഹാനായ പ്രായാധിക്യമുള്ള ആ പണ്ഡിതൻ ഈ പറയുന്ന റിയാദിലുണ്ടായിരുന്ന മഅഹദിൽ ഷെയ്ഖ് മുഹമ്മദ് അമാനുൽ ജാമിയുടെ സഹപാഠിയായിരുന്നു എന്നർത്ഥം, സഹപാഠിയായിരുന്നു. അതേപോലെ തന്നെ ഫളീലത്തു ഷെയ്ഖ് അലി ബിൻ മുഹന്നൽ ഖാദി ബിൽ മഹ്കമ ശർഇയ്യ അൽ കുബ്ര, മദീനയിലുണ്ടായിരുന്ന വലിയ കോടതിയിലുണ്ടായിരുന്ന ഖാദിയായ ഷെയ്ഖ് അലി ബിൻ മുഹന്ന, ഈ പറയുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഏതാണെങ്കിലും പിന്നീട്
ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹിയുടെ പ്രേരണ പ്രകാരം അദ്ദേഹം അവിടെ നിന്ന് റിയാദിൽ അധ്യാപനം നടത്തി. പിന്നീട് സ്വാമിത്തയിൽ പോയി. അതിന്റെ ശേഷം അദ്ദേഹത്തിന് വീണ്ടും മദീനയിലുള്ള ജാമിഅ ഇസ്ലാമിയ തുറന്ന സമയത്ത് അങ്ങോട്ട് അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്നു എന്നുള്ളത്. അദ്ദേഹം പഠിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പല ഉലമാക്കളുണ്ട്. അബ്ദുൽ നാസിർ സാദി റഹ്മത്തുള്ളാഹിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതേപോലെ ഫളീലത്തു ഷെയ്ഖുൽ അല്ലാമ മുഹമ്മദ് ഖലീൽ ഹറാസ് എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ അഷ്അരി പണ്ഡിതനായിരുന്നു. അസ്ഹറിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് അസ്ഹറിലുണ്ടായിരുന്ന ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ വിമർശിക്കുന്ന ഒരു റിസാല, ഒരു മുഹാദറ അദ്ദേഹത്തിനോട് നടത്താൻ വേണ്ടി അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, ഇബ്നു തൈമിയ്യയെ വിമർശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1-2 മാസത്തോളം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ മുഹമ്മദ് ഖലീൽ ഹറാസ്, അസ്ഹരി പണ്ഡിതൻ, അഷ്അരി പണ്ഡിതൻ, അഖ്ലാനി പണ്ഡിതൻ, അദ്ദേഹം ആ പുസ്തകങ്ങൾ പഠനം നടത്തി. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കും തോറും സത്യം ഇബ്നു തൈമിയ്യയുടെ ഭാഗത്താണ്, നമ്മുടെ ഭാഗത്ത് ബാത്തിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 2 മാസങ്ങൾ അദ്ദേഹം ആ പുസ്തകങ്ങൾ പഠനം നടത്തി. മുഹാദിറയുടെ സദസ്സിൽ വന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തു സലഫി എന്ന് പറയുന്ന ബൃഹത്തായ 2 മണിക്കൂർ സമയമുള്ള ഒരു മുഹാദറ അസ്ഹറിന്റെ അങ്കണത്തിൽ വെച്ച് അദ്ദേഹം നടത്തി. അവിടെയുള്ള വിദ്യാർത്ഥികൾ സന്തോഷം കൊണ്ട് തക്ബീറുകൾ പറഞ്ഞിട്ടും ദീനിന്റെ ശരിയായ സുന്നത്തിന്റെ രീതി അറിയാത്ത ആളുകൾ കൈകൊട്ടിക്കൊണ്ട് മഹാനായ പണ്ഡിതനെ പ്രോത്സാഹിപ്പിച്ചു. മുഹമ്മദ് ഖലീൽ ഹറാസ് അതിന്റെ ശേഷം യഥാർത്ഥ ഒരു സലഫി പണ്ഡിതനാവുകയും മദീന യൂണിവേഴ്സിറ്റി അധ്യാപകനായി വരാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇതൊക്കെയാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തർജമകൾ ചുരുങ്ങിയ നിലക്ക്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അഖീദത്തു സലഫിയ മുറുകെ പിടിക്കാനും അതേപോലെ തന്നെ പണ്ഡിതന്മാരോടുള്ള ആദരവും ബഹുമാനം അത് നിലനിർത്താനും തലബുൽ ഇൽമിലായി മുസ്ലിമീങ്ങളായ ആളുകൾ അതിന് പ്രാധാന്യം കൊടുക്കാനും വേണ്ടി വസിയത്ത് ചെയ്തതിന്റെ ശേഷമാണ് അദ്ദേഹം മദീനയിൽ വെച്ച് വഫാത്താകുന്നത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. മഹാനായ ആ പണ്ഡിതന്റെ 1-2 വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മിമ്മാ യുഖഫിഫു അലൈക മാ തുആനി മിനൽ ഫിതനി വശുബഹ. സമൂഹത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും ഒരുപാട് ആശയക്കുഴപ്പങ്ങളും അങ്ങനെ ഒരാൾ പ്രയാസപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഒരു ലഘൂകരണം, ആശ്വാസം ഒരാൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അൽ ഇഷ്തിഗാലു ബിൽ ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് അതിൽ ശുഗലാകുക എന്നുള്ളത്. ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. വഅദമുൽ ഖൗദി ഫി സിയാസ. രാഷ്ട്രീയ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനും അതിൽ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങളും പോകാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഖൈറുൽ ലിൽ ഇൻസാനി ഫീ ഹാദിഹിൽ അയ്യാം. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് അൻ യുലാസിമൽ ഉസ്ല. ആളുകളെ ഒഴിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. മാലം യജിദ് മജാല ലിൽ മുഖാലത്തത്തിൻ നാഫിഅ. ഉപകാരപ്രദമായി ആളുകളുമായി സഹവസിക്കുന്നത് കൊണ്ട് ഉപകാരമില്ലാത്ത കാലത്തോളം ഇൽമിന്റെ സദസ്സുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അങ്ങനത്തെ സദസ്സുകളിൽ പോകണ്ട എന്നുള്ളതല്ല. ഉപകാരമില്ലാത്ത സദസ്സുകളാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത്. അതാണ് ഉപകാരപ്രദമായ സദസ്സുകളാണെങ്കിൽ നമ്മിൽ നിന്ന് അങ്ങോട്ടോ അതല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അവിടെ യാതൊരു സംശയമില്ല, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, അത്തഅലീമു വാജിബുൻ വുജൂബൻ ഐനിയൻ ഫി ഹാദൽ വഖ്ത്. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഫർള് ഐനാണ്. ഓരോ ആളുകളും പഠിക്കേണ്ടതാണ്. ബികസ്റത്തിൽ ഖൽത്തി വൽ ഖബ്തി വതൽബീസി വതളി. വഴികേട് ആളുകളെ പേപ്പിക്കലും ആശയക്കുഴപ്പങ്ങളും സത്യം അസത്യവും കൂട്ടിക്കുഴക്കലും ധാരാളമാണ്. അതുകൊണ്ട് മറ്റൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, അലൈന അൻ നഖൂലൽ ഹഖ്. സത്യം നമ്മൾ പറഞ്ഞേ മതിയാകൂ. വൽയഗ്ളബു മൻ യഗ്ളബ് വൽയർളാ മൻ യർളാ. ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെട്ടോട്ടെ, തൃപ്തിപ്പെടുന്നവർ തൃപ്തിപ്പെട്ടോട്ടെ. വല്ലദീന തുലുബു റിളാഹു ഹുവല്ലാഹു വഹ്ദഹു. അല്ലാഹുവിന്റെ തൃപ്തി മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അതേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ കേട്ടതും ഈ പറഞ്ഞതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ആദരണീയരായ ഈ പണ്ഡിതന്മാരും അതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആ വഴിയിൽ സഞ്ചരിക്കാനും അതിൽ ജീവിച്ച് അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്ത് നിലനിന്ന് അതിലായി വഫാത്താകാനും മരണപ്പെടാനും അള്ളാഹുവിനെ ഈ പറയുന്ന അവന്റെ ഔലിയാക്കളോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അവനെ കാണാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി.